നീ എന്താണ്ടാ ചിന്തിച്ചോണ്ടിരിക്കണു? വല്ല പണിക്കും പോട ചക്ക. എന്ത് പണിയെടുക്കാനാണ് ശീതളേട്ടാ? എന്ത് പണിയാ ഞാൻ ചെയ്യാത്തത്? എന്ത് പണിയാ ചെയ്തേക്കണ്? എന്ത് പണിയാ ഞാൻ ചെയ്യാത്തത്? സൈറ്റിൽ പോയിട്ടില്ലേ? കച്ചവടം നടത്തിയിട്ടില്ലേ? മീൻ വിറ്റിട്ടില്ലേ? വെറുക്കാണ്. എന്തെങ്കിലും ഒന്ന് സ്വരുക്കൂട്ടിങ്ങാട് കൊണ്ടുവരും, ഒരാവശ്യം വന്ന് അങ്ങോട്ട് പോകും. ബാധ്യത മാറണില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ എന്ത് സ്വരു കൂട്ടി കൊണ്ടുവന്ന്? ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ സ്റ്റോണിന്റെ മോള് വന്ന് കുത്തിരിക്കാന്നല്ലാണ്ട് എന്തെങ്കിലും ചെയ്യണത്. എല്ലാവരും ഇത് തന്നെ പറയും, ഈ നാട് വളരാത്തതാണ്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ ഈ നാട് ഉപേക്ഷിക്കണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. ഇപ്പൊ ആ മഹാദേവൻ തന്നെ, അവൻ UK പോയി, അവൻ രക്ഷപ്പെട്ടില്ലേ? ഇതിപ്പോ നീ അവിടെ പോയിട്ട് അവിടെ സ്റ്റോണിന്റെ മോളിൽ കുത്തിയിരിക്കാന്ന് വെച്ചാൽ പിന്നെ എന്താ ഗതി ഉണ്ടാവുക? പോണവരൊക്കെ വേറെ പണി എടുക്കുന്നുണ്ട് അവിടെ. അതാണ് ഞാൻ പറയണത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ശീലം വരണ്ടേ? ഇത് തന്നെയാണ് പറയണത്. ഈ നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാനും പോവാൻ തീരുമാനിച്ചു ചേട്ടൻ. നീ ചുരുങ്ങിയത് പോവാൻ തീരുമാനിച്ച 2 ഉപകാരം ഉണ്ടാവും. ഈ കവലേന്ന് പോയാൽ ഈ കവല നന്നാവും. അതല്ല, നീ നാട് വിട്ട് പോവാച്ചാൽ നിന്റെ വീടും നന്നാവും. അതെങ്കിലും ചെയ്യുന്നേ. അല്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓരോരുത്തന്മാരുടെ മോറ് കണ്ടാത്തതുകൊണ്ട് അവൻ പണിയെടുക്കണ കാശ് മുഴുവൻ എന്റെ ലോൺ അടക്കണേണ്. നേരം വെളുക്കുമ്പോ തന്നെ ഈ ജാതി ദുഷ്ട മോറ കാണുന്നത് പോലെ. ദൂഷിച്ച മുഖമാണ് എല്ലാത്തിന്റെ. ഒരു വർക്കത്തായിട്ട് ചിരിക്കണ ആരെങ്കിലും പറയാമോ? അതന്നെയാണ് നിന്നെ കാണുമ്പോ മറ്റുള്ളവരും പറയണതേ. ആ ചേട്ടാ, എന്റെ ലച്ചു വന്നുണ്ടല്ലോ. എന്റെ ലച്ചു? അതെന്താണ്? എന്റെ ലച്ചു അറിഞ്ഞൂടാ? ഇല്ല. അതെ, വരുമ്പോ കേട്ടോ. എല്ലാം മേടിച്ചിട്ടുണ്ട്. ആ ഓ ശരി. ഞാനിപ്പോ എത്തും. ശീതളിന്റെ കടയിലടുത്ത് ഇപ്പൊ വരും. എന്താണ് വ്യാരി? കാലത്തെ രണ്ടാളും കൂടി എന്തോ ഭയങ്കര ഗൗരവമായിട്ട് ചർച്ച ചെയ്യണ്. ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇല്ല മന്മത, ഈ കാലത്തെ ഭർത്താവിന് മാത്രം ജോലി ഉണ്ടായിട്ട് കാര്യമില്ല. കുടുംബത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ? അതെ. ഭാര്യക്കും ഭർത്താവിനും ജോലി ഉണ്ടായിട്ടും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടേ എന്ന് പറയായിരുന്നു. അതാണ് ഇവനെ ഒരു പണിക്കും പാണ്ട് ഇവിടെ കുത്തിയിരിക്കണതേ. ഒരാൾ പോയിട്ട് കാര്യമില്ല. അല്ലെ ശീതള, അത് അങ്ങനെ തമാശയായിട്ട് എടുക്കല്. പ്യാരി പറഞ്ഞ കറക്റ്റാണ്. ഇത് തന്നെയാണ് എന്റെ ലക്ഷ്യവും പറയണേ. എന്താ എന്റെ ലച്ചു? എന്റെ ലക്ഷ്മി, എന്റെ വൈഫ്, എന്റെ ഭാര്യ ലച്ചു. അതാണ് അല്ലേ? അവൾക്ക് ഭയങ്കര ദീർഘവീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അവളിപ്പോ എന്താണെന്ന് അറിയാമോ? PSC ടെസ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്. അവള് പറഞ്ഞു, എനിക്ക് മന്മഥേട്ടന്റെ ജോലി മാത്രം പോരാ, എനിക്കും വേണം ജോലി വേണമെന്ന്. അല്ല മന്മഥ, നിനക്ക് PSC ടെസ്റ്റ് ചെയ്തിട്ട് എന്താ KSCB ഇങ്ങനെ കിട്ടിന്നൊക്കെ പറയണു? ശരി, ലിസ്റ്റില് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വിളിക്കുന്ന ആളെ വിളിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. അതിന് വേണ്ടിട്ട് എന്റെ ലച്ചു എന്തോരം നേർച്ച നിൽക്കണെന്ന് അറിയാമോ? സത്യം. അതെ. എന്താണ് കിറ്റില്? ഇതേ കുറച്ച് മട്ടൻ. എന്റെ ലച്ചൂര് മട്ടൻ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ അബുക്കാന്റെ മോയില്ലേ ബഷീർ, അവൻ ഇന്ന് മട്ടൻ വെട്ടി അവന്റെ കുറച്ച് മേടിച്ചേ. ബഷീറിന്റെ മട്ടനാണ് എന്റെ ലച്ചുവിന് ഇഷ്ടം. അത് സബീറിന്റെ മട്ടൻ ഇന്നാള് മേടിച്ചു. പക്ഷെ അതൊക്കെ കൂടി വയറ്റിന് പിടിച്ചില്ല. അപ്പൊ പിന്നെ ഇത് കുഴപ്പമില്ല, അങ്ങനെ ഇതിനെ മേടിച്ചു. പിന്നെ വർത്താനം പറയാനുള്ള സമയമില്ല, എനിക്ക് കുറച്ച് തിരക്കണ്ട. എനിക്ക് നല്ല മധുരമുള്ളൊക്കെ ഒരു ജാം എടുക്ക് ശീതള. മധുരമില്ലാത്ത ജാം ഏതാണ്? അല്ല, ജാമിന് മധുരം. പിന്നെ ആ ബിസ്ക്കറ്റ് ഒരെടുത്തേ. ബിസ്ക്കറ്റ്? അതെ, നീലപ്പടമുള്ള അതല്ല. വേറെന്താണ്? വേറെ ഒരു പപ്പടം വേണം. പപ്പടം കഴിഞ്ഞിരിക്കുകയാണ്, വരുമ്പോ തരാം. പപ്പടം ഇല്ലാണ്ട് ചോറ് കഴിക്കാൻ പറ്റില്ലാന്നേ. പപ്പടം ഇല്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് വേറെ ആ സോപ്പ്, ഒരു അലക്ക് സോപ്പ്. അതെ. അല്ല വേണ്ട, അലക്ക് സോപ്പ് എടുക്കണ്ട. വേണ്ട. അലക്ക് സോപ്പ് ഇട്ട് ഇന്നാൾ അലക്കിയിട്ട് എന്റെ ലച്ചുവിന്റെ കൈ പൊള്ളി. അപ്പൊ ഒരു കുളിസോപ്പ് എടുത്തോ, കുളിസോപ്പ് ഇട്ട് അലക്കിക്കോട്ടെ. എന്റെ ലച്ചുവിന് ചന്ദ്രിക മതിയാ? ലച്ചു എന്റെ ലച്ചു പുളിമുട്ടായി ഉണ്ടാ? പുളിമുട്ടായി ഇല്ല ലച്ചുട്ടേ, പുളിമുട്ടായി ഇല്ല. തേമിട്ടായി ഉണ്ട്, തേമിട്ടായി. ചാമിട്ടായി വേണം? എന്നാ പിന്നെ അതെടുക്കണ്ട, വേണ്ട. ശരി, ഞാൻ വേറെ അടുത്ത കടയിൽ നോക്കാം. ശരി. എന്റെ ലച്ചുവിന് പുളിമുട്ടായി ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത് എന്തായി? ശരി, ഇതപ്പൊ അത് 135 15 രൂപ തരാനുണ്ട്. 150 ഉണ്ടെങ്കിൽ തന്നാ മതി. ഉണ്ട്. എല്ലാം ലച്ചുവിനാണോ? മന്മഥനൊന്നുമില്ലേ? എനിക്കുണ്ട്. എന്റെ ലച്ചു എപ്പോഴും പറയണ കാര്യമാണ്, ഒരു മനുഷ്യന്റെ അടുത്ത് കടം വെക്കരുത്, കറക്റ്റ് കൊടുക്കാനുള്ള. എന്റെ ലച്ചൂട്ടി പിന്നെയും വിളിക്കുന്നത് എന്തിനാണോ? വേറെ ലച്ചുട്ടിയെ
ആ അപ്പൊ ഇതാണ് എന്റെ ലച്ചുല്ലേ. കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഇവന് ഇത് തന്നെയാണ് കൃഷി. വാ തുറന്ന എന്റെ ലച്ചു എന്ന് പറയും. ഒരു 25 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ലച്ചു. എന്റെ ഒരു അഭിപ്രായത്തിലേ ഇവന് കൊടുത്താണ് ഈ മുണ്ടും ഷർട്ടും ഊരി അവളെ ഉടുപ്പിച്ചിട്ട് അവളുടെ ചുരിദാർ ഇവനെ ഇടിയിക്കണം. ഇതും പറഞ്ഞ് ഞാനും എന്റെ ദമയന്തി കൂടി എപ്പോഴും വീട്ടിൽ ചിരിയാണ്. ആര് എന്റെ ദമയന്തി ഇപ്പൊ നീ വരണ കാണുമ്പോ എന്റെ ദമയന്തി വരണ്ടെന്ന് ഞാൻ പറയേണ്ടി വരുമോ? നീയും അവന്റെ മാതിരി ഒരു ചുരിദാറൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ചതാ ചക്ക. ധാരാണ്. ആ എന്റെ സുമ വിളിക്കണ്ടല്ലോ. കണ്ണില് മരുന്ന് വയ്ക്കാനാവൂ. പോട്ടെ. വെച്ചുവെട്ടിയേ സുധിച്ചേട്ടൻ ഇതോടെ പോയി. ഞാനൊന്നും പറയണ്ടേ മക്കളെ. നമ്മളെ അമ്പലത്തിന്റെ നോട്ടീസ് തരുമോ വന്നിന് ഇവിടെ ആരെങ്കിലും? പിന്നെ വന്നില്ല. ഇന്നലെയല്ലേ കൊണ്ട് തന്നത്. ആരില്ല വന്ന്? ആ രമ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അപ്പുറത്ത് ആ സുഷമ ചേച്ചി ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ വന്നു. എന്തു പറ്റി? അല്ല ഞാനൊന്നുമില്ല. ഞാൻ എന്റെ ഒരു വിഷമം പറയാന്ന് വിചാരിച്ചു. എന്തു പറ്റി സുധിയേട്ടാ ഇത്ര വിഷമം വരാൻ? അറിയോ ഇതിന്റെ കമ്മിറ്റി വിളിച്ചേർത്ത് ഞാനും പോയി. എല്ലാരും പോയിനെ. അപ്പുറത്തെ പിന്നെ ഭാസ്കരൻ മാഷു ഓല കെട്ടിയോളൂ എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. ഞാനും ഉണ്ട്. അപ്പൊ ഇവര് നോട്ടീസ് കൊടുക്കാൻ പറ്റിയ ആളുകളെ പേരും അല്ല ഇങ്ങനെ ഏതി വെക്കുന്ന അവളെ. ഞാൻ വിചാരിച്ച എന്റെ പേരും ഏതും ഇതിങ്ങനെ ഏതി വായിച്ച് നമ്മളെ കല്യാണി എടുത്തില്ലേ ഊരവേനുള്ള ഓല പേര് വരെ ഏതീന അതിൻ്റെ അകത്ത്. അവസാനം എന്റെ പേര് വിളിക്കും ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ആ കള്ളന്മാർ എന്റെ പേര് എഴുതിയിട്ടില്ല. വല്ലാത്തൊരു വിഷമായി പോയി. നമ്മളെ സങ്കടം മക്കളെ അറിഞ്ഞോടും കുഞ്ഞും പോളെ. സാരില്ല പോട്ടെ സുധിയേട്ടാ. ഇനിയുണ്ടല്ലോ ഉത്സവം, ഇനിയും വരില്ലേ? വിഷമിക്കല്ലേ. ഓരെന്തും കണ്ടിട്ടുണ്ടാവും. സാരില്ല പോട്ടെ സുധിയേട്ടാ. സുധിയാ എന്തായാലും ചേച്ചി ലക്ഷ്മി നമ്മുടെ കണക്ക് നോക്കിയപ്പോഴേ ഒരു പാക്കറ്റ് മുറുക്കിന്റെ കണക്ക് ഇങ്ങോട്ട് കൂടണില്ലല്ലോ. കറക്റ്റ് അതെങ്ങനെ ചേച്ചി? നമ്മളൊന്ന് നോക്കിയതല്ലോ, കറക്റ്റ് ആയിരുന്നല്ലോ. എല്ലാം കണക്ക് ശരിയാവണില്ലല്ലോ. ഒരു പാക്കറ്റിന്റെ കുറവേള്ള ഒരു പാക്കറ്റിന്റെ. ചേച്ചി ഇനി ആ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മൾ കൊടുത്തില്ല. എന്താണ്ട് അത് അച്ചപ്പല്ലേ കൊടുത്തത്? അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ചപ്പ കൊടുത്തത്, മുറുക്കല്ല കൊടുത്തത്. പിന്നെ ഒരു പാക്കറ്റ് മുറുക്ക് എവിടെ പോവാനാ? ലക്ഷ്മിക്ക് ആയിരുന്നില്ല അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. ലക്ഷ്മി അല്ലേ അതെല്ലാം കൈകാര്യം ചെയ്തത്. ചേച്ചി ഞാനെല്ലാം വിറ്റ് കണക്കേപ്പിച്ചല്ലേ ഇപ്പൊ എന്തെങ്കിലും പറയുന്നത്? കൂടണില്ലല്ലോ കണക്കിൽ. ഒരു പാക്കറ്റ് മുറുക്കിന്റെ കണക്ക് വന്നിട്ടില്ലല്ലോ. അതല്ലേ ഞാൻ ചോദിക്കണത്. അല്ല പറഞ്ഞു വരുന്ന കേട്ടാ തോന്നുന്നു ഞാൻ ഏതാണ്ട് മുറുക്കെടുത്ത പോലെയുള്ള ചേച്ചിയുടെ വർത്താനം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ ഒരു പാക്കറ്റ് മുറുക്കിന്റെ കണക്ക് ഇതിൽ വന്നിട്ടില്ല. അത് ലക്ഷ്മിയാണ് കൈകാര്യം ചെയ്തത്. എനിക്ക് മുറുക്ക് കിട്ടിയിട്ട് വേണ്ട, ഒരു പാക്കറ്റ് മുറുക്ക് കിട്ടിയിട്ട് വേണ്ട എനിക്ക് ഇവിടെ കഴിയാനായിട്ട്. ലക്ഷ്മിക്ക് അത് കിട്ടിയിട്ട് വേണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി കുടുംബശ്രീയില് നല്ല ഒന്നാന്തരമായിട്ട് ആത്മാർത്ഥമായിട്ടാ പണിയെടുക്കുന്ന ഞാൻ. അതിനുള്ള എല്ലാം അങ്ങ് ഏൽപ്പിക്കുന്നുണ്ട്. ചെയ്ത് കണക്കും തന്നിട്ട് ഇപ്പൊ ഒരു പാക്കറ്റ് മുറുക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാ? ലക്ഷ്മി എടുത്തുന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇതിൽ കണക്ക് കൂടണില്ല. ലക്ഷ്മിയാണ് അത് കൈകാര്യം ചെയ്തത്. ചേച്ചി എനിക്ക് വേണം മുറുക്ക്. എന്തിനാ ഒരു പാക്കറ്റ് മുറുക്ക് കിട്ടിയിട്ട് എനിക്ക് മുറുക്ക് എടുത്തുന്നല്ല ഉണ്ടാക്കിയപ്പോ എനിക്ക് തിന്നാ പോരെ? നീ തന്നെ അതിന്റെ കണക്ക്. എന്റെ ചേച്ചി എന്റെ കയ്യിൽ ഇല്ല മുറുക്ക്. ഒരു മുറുക്ക്, ഒരു പാക്കറ്റ് മുറുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുക്കള വന്ന് എടുത്തിട്ട് എനിക്ക് ആ കണക്ക് മീറ്റിംഗിൽ അവതരിപ്പിക്കണ്ടേ? ഞാൻ പറയണതിന് എന്റെ ചേച്ചി കണക്ക് വേണ്ട. അതിന് കണക്കില്ലാന്നുള്ളതല്ലേ ഞാൻ കണക്ക് മൊത്തം നിങ്ങളെല്ലാം ഏൽപ്പിച്ചത്. അതില്ലാന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കും. എനിക്ക് കണക്ക് വേണം. എന്റെ പൊന്നു പെൺപിള്ള നിങ്ങൾ എന്തെന്ന് ഈ പറഞ്ഞു? നിങ്ങൾ തന്നെ വിളിച്ചത്. എനിക്ക് ഒരു പാക്കറ്റ് മുറുക്കിന്റെ കണക്ക് കറക്റ്റ് ആയിട്ട് കള്ള ഞാൻ എവിടുന്ന് കണക്ക് പറയാനോ? നിങ്ങൾ തന്നെ വിളിച്ചത് കള്ളേന്ന്. എടുത്ത് നോക്ക് മുറുക്കുണ്ടോന്ന് വീട്ടിൽ കയറി. ഒരു മുറുക്കും ഉണ്ട്, ഒരു ഉണ്ട്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഏത് നോക്കിയതും ചെയ്തു. അതുകൊണ്ടല്ലേ ഞാൻ എടുത്തിട്ടില്ല. മക്കളെ എന്തെങ്കിലും സങ്കടം വന്നാല് ഒന്ന് മിണ്ടിയും പറയും നിക്ക് ഇങ്ങള് രണ്ടാളല്ലേ ഉള്ളൂ. അങ്ങനെ തിങ്ങളും ഇങ്ങനെ കളിച്ചാല്
മനസമാധാനം ഇല്ലാത്തൊരു ജന്മായി പോലെ മക്കളെ എന്റത്. ലച്ചൂട്ടിയെ ലച്ചൂട്ടി അയ്യോ ഓ ആ ഹോ. എന്തൊരു ചൂടാണ് ലച്ചൂട്ടിയെ പുറത്ത്. അയ്യോ നല്ല സൂപ്പർ മട്ടൻ കിട്ടിയിട്ടുണ്ട്. 1 കിലോ മട്ടൻ ഇപ്പൊ എത്ര അറിയാവേ? 850 റുപ്യ. പിന്നെ എന്റെ ലച്ചൂട്ടിക്ക് ഇനിയിപ്പോ മട്ടൻ തിന്നണമെന്ന് വെച്ചാൽ 1000 രൂപയിൽ ഞാൻ മേടിക്കും. പുളിമുട്ടായി കിട്ടി. ശീതളിന്റെ കട ഇല്ലാത്തതുകൊണ്ട് നേരെ നടന്ന് മൊയ്തുവിന്റെ കടയിൽ പോയി. മൊയ്തുവിന്റെ കടയിൽ പോയിട്ട് അവിടെ നിന്നാ മേടിച്ച പുളിമുട്ടായി. എന്താ ലച്ചൂട്ടി, നിനക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും വയ്യായിക വല്ലതും ഉണ്ടോ? ശരീരത്തിനല്ല, പിന്നെ മനസ്സിനാകെ ബുദ്ധിമുട്ട്. മനസ്സിന് വിഷമം പോലെ എന്റെ അമ്മയ്ക്കെല്ലാം സുഖമില്ലാണ്ട് വല്ലതും വിളിച്ചു പറഞ്ഞോ? ഒന്നുമല്ല. പിന്നെ എന്താ കാര്യം ഒന്ന് പറയും. നീ ഇങ്ങനെ മൂടോട്ടായിട്ടിരുന്ന എനിക്ക് മാനസികമായിട്ട് എനിക്ക് പ്രശ്നമാണെന്ന് അറിയാലോ. ആ പ്രസിഡന്റ് ചാന്ദിനി വന്നിട്ടുണ്ടായിരുന്നു. ഏത്? ഓ, നമ്മുടെ കുടുംബശ്രീയുടെ. എന്നിട്ട് എന്താ പ്രശ്നം? ഞങ്ങൾ ആ പലഹാരം ഉണ്ടാക്കിയതിന്റെ അകത്ത് ചെറിയൊരു കണക്കിന്റെ പ്രശ്നമുണ്ട്. ഞാൻ നിന്നോട് എപ്പോഴും പറയില്ലേ, നിങ്ങളുടെ കുടുംബശ്രീയുടെ കണക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനിവിടെ സഹായിക്കാന്ന്. എന്റെ ചേട്ടാ അതൊന്നും അല്ല. പിന്നെ കണക്ക് കൂട്ടി വന്നപ്പോ ഒരു പാക്കറ്റ് മുറുക്കിന്റെ പൈസ ഇല്ല. മുറുക്കാ? ഞാനിവിടെ ആ സ്തുതിയായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ ആ ചാന്ദിനി കയറി വന്നത്. എന്നിട്ട് അവര് പറയാ ഞാനാ മുറുക്കെടുത്തതെന്ന്. ഞാൻ അങ്ങനെയാണ് ഏട്ടാ, ഞാൻ അങ്ങനെയാണ് ആ കുടുംബശ്രീയിൽ പെരുമാറുന്നത്. ഇത്രയൊക്കെ ആത്മാർത്ഥത്തോടെ പണിതിട്ട് ഇപ്പൊ പറയുന്ന ഏട്ടാ, ഞാൻ ഇനി അങ്ങോട്ട് ഒരു കുടുംബശ്രീയും ഉറുക്കും കണക്കും. എന്താ വന്നതേട്ടാ? നീ ആരാ നടി നിന്റെ വിചാരം? എന്താണ്? എന്താ നിനക്കൊന്നും അറിയില്ലടി. നീ ഇവിടുത്തെ കുടുംബശ്രീയുടെ പ്രസിഡന്റാണ്, അല്ലാതെ നീ ഇന്ത്യൻ പ്രസിഡന്റ് അല്ല. നീ എന്താ കളിച്ച് നീ എന്റെ ലച്ചുവിന്റെ അടുത്ത് കളിക്കാറായടി. അതിന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. നീ വേറൊന്നും പറഞ്ഞില്ലടി. വേറൊന്നും പറഞ്ഞില്ലേ നീ? നീ വെറും ഒരു കവർ മുറുക്കിന് എന്റെ ലച്ചുവിനെ കള്ളിയാക്കില്ലടി. ഒരു കവർ മുറുക്കെന്ന് പറഞ്ഞാൽ എന്റെ ലച്ചുവിന് ഒരു കവർ മുറുക്കൊണ്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് അത് കണ്ടിട്ട് അവള് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, അറിയോ നിനക്ക്? ഞാൻ വേറൊന്നും ഓർത്ത് പറഞ്ഞു. നീ കളിക്കരുത്. നീ ഇത് പല പ്രാവശ്യമായി എന്റെ ലച്ചുവിനെ പല സ്ഥലത്ത് വെച്ചിട്ട് നീ അപമാനിക്കലുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഒരുപാട് കളിച്ചോണ്ടല്ലോ പിന്നെ ഞാൻ ചവിട്ടി കൂട്ടും. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ലച്ചുവിന് എന്തെങ്കിലും വേദന ഉണ്ടായി കഴിഞ്ഞോ മന്മഥന്റെ വേറൊരു മുഖം നീ കാണും കേട്ടാ. ഉണ്ടല്ലടി അല്ലേ, നീ പെണ്ണായി പോയി എങ്ങണ്ടല്ലോ. ഇനി എങ്ങാനും എന്റെ ലച്ചുവിന്റെ മേളിൽ നിന്റെ നാവ് പൊന്തിയണ്ടല്ല, നീ വിവരം അറിയും. ഒരു മുറുക്ക് പാക്കറ്റിന്റെ മുകളിലാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇനി അങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ തന്നെ അവൻ ആദ്യം വന്നിട്ട് പറയേണ്ടത് എൻ്റെ അടുത്തല്ലേ, അല്ലാതെ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്നെ പേടിപ്പിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മന്മഥനില്ലേ ഇവിടെ? ഇല്ല. എന്താ സാറേ? എവിടേക്കാ പോയ? പണിക്ക് പോയതാ.
എന്ന് പോയതാ? ഇന്നലെ പോയിട്ട് ഈ നേരം വരെ വന്നിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ വൈകാറുണ്ട്. എന്തിനാ പോയി, എന്താ വൈകുന്നതെന്ന് വല്ലതും പറഞ്ഞാ? ഞാൻ ഫോണില് വിളിച്ച് കിട്ടിയില്ല. ഫോണ് കിട്ടുന്നില്ല? ഇല്ല. ആ, എന്താ സാറേ? ഒരു രണ്ടുപേരൊന്ന് കയറി നോക്കിയാലോ അവിടെ? അയ്യോ സാറേ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ല. അല്ല കുഴപ്പമില്ല, ഞങ്ങളൊന്ന് നോക്കിക്കോട്ടെ. ചെല്ലേ. എന്താ സാറേ, എന്താ പ്രശ്നം? എന്താ? നിനക്കൊന്നും അറിയില്ല? ഇല്ല. എന്താ സാറേ? ഇന്നലെ ഇവിടെ എന്താ ഉണ്ടായേ? ഇന്നലെ ഒന്നും ഉണ്ടായില്ല. ഇന്നലെ നീ അടുത്ത വീട്ടിലെത്തിയായിട്ട് എന്താ ഉണ്ടായി? സാറേ, അത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ കണക്കിന്റെ കാര്യത്തിന് ആ ഒരു പ്രശ്നം ഉണ്ടായി, വേറെ ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് നിന്റെ മന്മഥൻ വന്നപ്പോ നീ അത് അവനോട് പറഞ്ഞ? പറഞ്ഞു. ഇത് കേട്ട പാതി മന്മഥൻ എന്താ ചെയ്തേ? ആ വീട്ടിലേക്ക് പോയോ? പോയി. ആ, അവിടെ ചെന്നിട്ട് അവൻ എന്താ ചെയ്ത്? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറിയിട്ട് ആ പെങ്കൊച്ചിന്റെ കഴുത്തിന് കയറി പിടിച്ച് അയ്യോ, എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല സാർ. വധിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഇല്ല ഇല്ല, എന്റെ ചേട്ടൻ പീഡന കേസാണ്. അയ്യോ, ചേട്ടൻ അങ്ങനെ അകത്ത് പോയാൽ ചെയ്യില്ല. പിന്നെ പുറത്തു വരില്ല. പ്ലീസ്, എന്റെ ചേട്ടനൊന്നും ചെയ്യില്ല. എന്റെ ഒന്നും ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അവനെവിടെ? അയ്യോ, ചേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ ഫോണിൽ വിളിച്ചത് കിട്ടിയില്ല. മര്യാദയ്ക്ക് അവനെ വിളിച്ച് അവനെയും കൂട്ടിയിട്ട് അവിടെ വന്നോ. ഞങ്ങളുടെ കയ്യിലെങ്ങാനും കിട്ടിയ എന്റെ ചേട്ടൻ അങ്ങനത്തെ ഒരാളല്ല. സാർ, എന്റെ ചേട്ടനൊന്നും ചെയ്യല്ലേ സാറേ. അതെ മോളെ, അവൻ വന്നു കഴിഞ്ഞാൽ അവനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വാ. ഇല്ലെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്ത് കിട്ടിയ ഉടനെ അവിടെ വരാൻ പറ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ. സാർ, വാ.